अस्सलाम वालेकुम वरहमतुल्लाहि तआला वबरकातुहू। बिस्मिल्लाह अल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशरफिल रसूलिल्लाह व अला आलिहि व सहबिहि अजमाइन अम्मा बाद। അപ്പോൾ നമ്മൾ ദി ടോൾസ്റ്റോയുടെ 3 ക്വസ്റ്റ്യൻസ് എന്ന പാഠത്തിന്റെ രണ്ടാമത്തെ പാർട്ടിലാണ് നാം ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോൾസ്റ്റോയ് ഒരു രാജാവ് 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടാൻ വേണ്ടി തന്റെ സാമ്രാജ്യം മുഴുവനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നടന്ന് ഒരു സന്യാസിയുടെ അടുക്കലെത്തി. ഇങ്ങനെ സന്യാസിയോട് തന്റെ 3 ക്വസ്റ്റ്യൻസിനുള്ള 3 ആൻസറിനുള്ള ചോദ്യങ്ങളും സന്യാസിയോട് രാജാവ് ചോദിച്ചു. പക്ഷെ സന്യാസി ഒന്നും മിണ്ടിയില്ല. അറിയാമെന്നോ അറിയില്ലാന്നോ നീ വേറെ അടുത്ത് പോയിക്കോന്നോ ഒന്നും പറയാതെ സന്യാസി മൗനം പാലിച്ചു. അങ്ങനെ അന്ന് രാജാവ് ഇങ്ങനെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ടൈം ഒരാൾ ഓടി വരുന്നു. അയാളുടെ മുറിവേറ്റ ഒരു മനുഷ്യൻ വരുന്നു. അങ്ങനെ അവനെ പരിചരിച്ച് രാജാവ് കിടന്നുറങ്ങുന്നു. അങ്ങനെ ഉറങ്ങിയെന്നേറ്റ രാജാവിനോട് മുറിവേറ്റ മനുഷ്യൻ പറയുന്നു, എനിക്ക് പുറത്തു തരൂ. അങ്ങനെ ഒരു ബലഹീനമായ ശബ്ദത്തിൽ രാജാവിനോട് മുറിവേറ്റ താടിക്കാരനായ അപരിചിതനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് പുറത്തു തരൂ എന്ന് പറഞ്ഞു. പക്ഷേ രാജാവ് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്ത്? ഐ ഡോണ്ട് നോ യു, ഐ ഡോണ്ട് നോ, ഞാൻ അറിയില്ല, അഥവാ എനിക്ക് അറിയില്ല. യു, നിന്നെ, എനിക്ക് നിന്നെ അറിയില്ല. നോ, അറിയുക എന്നതിന്റെ പാസ്റ്റാണ് ന്യൂ. മനസ്സിലായോ? ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല. യു, നിന്നെ. ആൻഡ് ഐ ഹാവ് നത്തിങ്, അഥവാ ആൻഡ് ഹാവ് നത്തിങ്, എനിക്ക് ഒന്നുമില്ല. ഹാവ് നത്തിങ്, ഒന്നുമില്ല. ടു ഫോർഗിവ്, എന്തിന്? ടു ഫോർഗിവ്, പുറത്തു തരാൻ, മാപ്പ് നൽകാൻ എനിക്ക് ഒന്നുമില്ല. നിനക്ക് മാപ്പ് തരാനുള്ള ഒരു കാര്യവും എനിക്ക് ഇല്ല. ഞാനൊന്നും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഐ ഹാവ് നത്തിങ്, എനിക്ക് ഒന്നുമില്ല. എന്തിന്? ടു ഫോർഗിവ് യു, നിനക്ക് പുറത്തു തരാൻ. ഫോർ യു, അഥവാ ഫോർഗിവ് യു, നിനക്ക് പുറത്തു തരാം. ഫോർ എന്നാണ് ടെക്സ്റ്റിലുള്ളത്. അപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്ക് ഫോർഗിവ് ഫോർ യു, നിനക്ക് പുറത്തു തരാൻ ഒന്നും എനിക്ക് എന്റെ അടുക്കലില്ല. said the king, രാജാവ് മറുപടി പറഞ്ഞു. അപ്പോ മറ്റേ ബിയേർഡ് മാൻ ചോദിക്കുകയാണ്, യു ഡോണ്ട് നോ മീ, യു ഡോണ്ട് നോ മീ, നിനക്ക് എന്നെ അറിയില്ല. താങ്കൾക്ക് എന്നെ അറിയില്ല. യു ഡോണ്ട് നോ മീ, നീ താങ്കൾക്ക് എന്നെ അറിയില്ല. ബട്ട്, പക്ഷേ, ഐ നോ യു, എനിക്ക് താങ്കളെ നന്നായി അറിയാം. യു ഡോണ്ട് നോ മീ, താങ്കൾക്ക് എന്നെ അറിയില്ല. പക്ഷേ ഐ നോ യു, എനിക്ക് താങ്കളെ നന്നായി അറിയാം. ഐ ആം ദാറ്റ് എനിമി, ഞാനാകുന്നു ദാറ്റ് എനിമി, ആ ശത്രു. I am that enemy, ഞാനാകുന്നു ആ ശത്രു. Of yours, താങ്കളുടെ. yours, താങ്കളുടെ ആ ശത്രു ഞാനാകുന്നു. എങ്ങനത്തെ ശത്രു? who, എങ്ങനത്തെ ശത്രുവാണ്? swore, revenge. swear എന്നതിന്റെ പാസ്റ്റ് ആണ് swore. promise, വാഗ്ദാനം നൽകിയിരിക്കുന്നു. മനസ്സിലായോ? സോ എന്നതിന്റെ പാസ്റ്റാണ് സോറി എന്നുള്ളത്. സോ റിവെഞ്ച്, പ്രതികാരം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. റിവെഞ്ച്, പ്രതികാരം. താങ്കളുടെ മേൽ പ്രതികാരം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ താങ്കളുടെ മേൽ പ്രതികാരം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു ശത്രുവാകുന്നു ഞാൻ. മനസ്സിലായോ? ബിക്കോസ്, എന്തിനാണ് താങ്കളുടെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് വാക്ക് നൽകിയത്? ബിക്കോസ്, കാരണം. യു, താങ്കൾ പുട്ട് മൈ ബ്രദർ, എന്റെ സഹോദരനെ ഇട്ടു. എന്തിലിട്ടു? ടു ഡെത്ത്, മരണത്തിൽ. അഥവാ എന്റെ സഹോദരനെ താങ്കൾ കൊന്നിരിക്കുന്നു.
പുട്ട് മൈ ബ്രദർ എന്റെ സഹോദരനെ ഇട്ടു കൊടുത്തിരിക്കുന്നു. എന്തിലേക്ക് ഇട്ടു? ടു ഡെത്ത് മരണത്തിലേക്ക്. അഥവാ എന്റെ സഹോദരനെ താങ്കൾ മരണത്തിലേക്ക് ഇട്ടിരിക്കുന്നു, അഥവാ എന്റെ സഹോദരനെ താങ്കൾ കൊന്നിരിക്കുന്നു എന്നത് മാത്രമാണോ? അല്ല. ആൻഡ് സീസ്ഡ് സീസ് കണ്ടെത്തുക. മനസ്സിലായോ? ഈ മറ്റേ ഏത് സീസ് എന്ന് പറഞ്ഞാല് കണ്ടെത്തുക. മുതലുകൾ കണ്ടുകെട്ടുമല്ലോ, അതിനെ പറയുന്നത് സീസ്, കണ്ടുകെട്ടുക. സീസ്ഡ് മൈ പ്രോപ്പർട്ടി എന്റെ സമ്പത്ത്. പ്രോപ്പർട്ടി സമ്പത്ത്. എന്റെ സമ്പത്ത് താങ്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു. യു പുട്ട് മൈ ബ്രദർ എന്റെ സഹോദരനെ ഇട്ടുകൊടുത്തിരിക്കുന്നു. എന്തിലേക്ക്? ടു ഡെത്ത് മരണത്തിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നു. ആൻഡ് സീസ്ഡ് മൈ പ്രോപ്പർട്ടി എന്റെ സമ്പത്ത് താങ്കൾ ബലം പ്രയോഗിച്ചുകൊണ്ട് കണ്ടുകെട്ടിയിരിക്കുന്നു. ആ ഒരു കാരണത്താൽ താങ്കളെ ഞാൻ പ്രതികാരം വീട്ടുമെന്ന് ഞാൻ മുമ്പ് ശപഥം ചെയ്തിരുന്നു, ഞാൻ വാക്ക് നൽകിയിരുന്നു. അയ്യു ഞാൻ അറിയുന്നു. യു താങ്കളെ. അയ്യു യു ഞാൻ നിങ്ങളെ അറിയുന്നു. മനസ്സിലായോ? ഞാൻ നിങ്ങളെ അറിയുന്നു. എന്തായി അറിയുന്നു? അയ്യു ഞാൻ അറിയുന്നു. യു ഹാഡ് ഗോൺ താങ്കൾ പോയിരിക്കുന്നു. യു ഹാഡ് ഗോൺ താങ്കൾ പോയിട്ടുണ്ട്. യു ഹാഡ് ഗോൺ. മനസ്സിലാക്കുക. കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ചാണ്, ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായോ? ഫസ്റ്റ് പെർഫെക്റ്റ്. യു ഹാഡ് ഗോൺ താങ്കൾ പോയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞു. അയ്യോ ഞാൻ അറിഞ്ഞു. യു എന്താണ് ഞാൻ അറിഞ്ഞത്? യു ഹാഡ് ഗോൺ താങ്കൾ പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അലോൺ ഒറ്റയ്ക്ക്. മനസ്സിലായോ? ഒറ്റയ്ക്ക് താങ്കൾ പോയി യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്തിനു വേണ്ടിയാണ് താങ്കൾ യാത്ര തിരിച്ചത്? ടു സീ ദാറ്റ് ഹെർമിറ്റ് ആ സന്യാസിയെ കാണാൻ താങ്കൾ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ അറിഞ്ഞിരിക്കുന്നു. ആൻഡ് അങ്ങനെ ഐ മെയ്ഡ് അപ്പ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഫോം, രൂപപ്പെടുത്തുക. മെയ്ഡ് അപ്പ്, മേക്കിന്റെ പാസ്റ്റ് മെയ്ഡ്. ഞാൻ ഫോംഡ് എന്താക്കി? രൂപപ്പെടുത്തിയിരിക്കുന്നു. ഐ ഫോംഡ് മൈ മൈൻഡ് എന്റെ മനസ്സിനെ. മനസ്സിലായ? മൈൻഡ് മനസ്സ്. എന്റെ മനസ്സിനെ ഞാൻ ഫോം രൂപപ്പെടുത്തിയിരിക്കുന്നു. എന്തിനെ രൂപപ്പെടുത്തിയിരിക്കുന്നു? ടു കിൽ യു താങ്കളെ കൊല്ലാൻ. എന്റെ മനസ്സിനെ ഞാൻ താങ്കളെ കൊല്ലാനുള്ള എല്ലാ പ്ലാനുകളും രൂപപ്പെടുത്തിയിരിക്കുന്നു. എവിടെ വെച്ച് കൊല്ലാൻ? ഓൺ യുവർ വേ താങ്കളുടെ വഴിയിൽ വെച്ച്. ഓൺ യുവർ വേ. ഓൺ വേ എന്ന് പറഞ്ഞാല് വഴിയിൽ. ആരുടെ വഴിയിൽ? യുവർ താങ്കളുടെ വഴി. എവിടത്തേക്കുള്ള വഴി? ഹോം വീട്ടിലേക്കുള്ള. അതാ താങ്കൾ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള വഴിയിൽ വെച്ച് താങ്കളെ കൊല്ലാനുള്ള എല്ലാ പ്ലാനും എന്റെ മൈൻഡിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? ഐ മെയ്ഡ് അപ്പ് ഞാൻ രൂപപ്പെടുത്തി. മൈ മൈൻഡ് എന്റെ മനസ്സിനെ ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. എന്തിനേക്ക്? ടു കിൽ യു താങ്കളെ കൊല്ലാൻ ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. എവിടെ വെച്ച്? ഓൺ യുവർ വേ താങ്കളുടെ വഴിയിൽ വെച്ച്. എവിടത്തേക്കുള്ള വഴി? ഹോം വീട്ടിലേക്കുള്ള വഴിയിൽ താങ്കളെ കൊല്ലാൻ എന്റെ മനസ്സിനെ ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, രൂപപ്പെടുത്തിയിരിക്കുന്നു. കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷേ ദി ഡേ ആ ദിവസം. മനസ്സിലായോ? നിങ്ങളെ കൊല്ലാനുള്ള സന്യാസിയുടെ അടുക്കളയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി താങ്കളെ വധിക്കാനുള്ള എല്ലാ പ്ലാനും ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ദി ഡേ ആ ദിവസം പാസ്ഡ് കഴിഞ്ഞുപോയി. ആ ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസം കഴിഞ്ഞു പോയിരിക്കുന്നു. അഥവാ അന്ന് ഇദ്ദേഹം സന്യാസിയുടെ അടുക്കൽ താമസിച്ചു. മനസ്സിലായോ? പക്ഷേ ദി ഡേ ആ ദിവസം പാസ്ഡ് കഴിഞ്ഞുപോയി. അങ്ങനെ കഴിയുകയും യു ഡിഡ് നോട്ട് റിട്ടേൺ താങ്കൾ മടങ്ങിയിട്ടുമില്ല. റിട്ടേൺ മടങ്ങുക. താങ്കൾ മടങ്ങിയിട്ടുമില്ല. ആ ദിവസം കഴിഞ്ഞു പോയി. ഏതവസ്ഥയിൽ? യു ഡിഡ് നോട്ട് റിട്ടേൺ താങ്കൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടില്ല. ആ അവസ്ഥയിൽ ആ ദിവസം കഴിഞ്ഞു പോയി. സോ അങ്ങനെ ഐ ലെഫ്റ്റ് ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ഉപേക്ഷിച്ചു. ലീവിന്റെ പാസ്റ്റ് ആണ് ലെഫ്റ്റ്.
സോ അങ്ങനെ ഐ ലെഫ്റ്റ് ഞാൻ ഉപേക്ഷിച്ചു. ഐ ലീവിന്റെ പാസ്റ്റ് ആണ് ലെഫ്റ്റ്. മനസ്സിലായല്ലോ? ലീവിന്റെ പാസ്റ്റ് ലെഫ്റ്റ്. ഐ ലെഫ്റ്റ് മൈ ഹൈഡിംഗ് പ്ലേസ്. എന്റെ ആ ഒളിഞ്ഞിരിക്കുന്ന ആ സ്ഥലം ഞാൻ ഉപേക്ഷിച്ചു, അഥവാ ആ സ്ഥലത്ത് നിന്നും ഞാൻ പുറത്തേക്ക് വന്നു. ഐ കെയിം ഞാൻ വന്നു. അപ്പോൺ യുവർ ബോഡി ഗാർഡ്. കെയിം അപ്പോൺ എന്ന് പറഞ്ഞാൽ സമീപിക്കുക. കെയിം വന്നു. ആരുടെ അടുത്തേക്ക്? അപ്പോൺ യുവർ ബോഡി ഗാർഡ്. താങ്കളുടെ ബോഡി ഗാർഡ് അംഗപരിപാലകന്റെ അടുത്തേക്ക് ഞാൻ വന്നു. ഐ കെയിം ഞാൻ വന്നു. ആരുടെ അടുത്തേക്ക്? അപ്പോൺ യുവർ ബോഡി ഗാർഡ്. താങ്കളുടെ അംഗപരിപാലകന്റെ അടുത്തേക്ക് ഞാൻ വന്നു. വു എങ്ങനത്തെ എങ്ങനത്തെ ബോഡി ഗാർഡ്? വു റെക്കഗ്നൈസ്ഡ്. അദ്ദേഹം തിരിച്ചറിഞ്ഞു. എങ്ങനത്തെ ബോഡി ഗാർഡ്? ബോഡി ഗാർഡ് റെക്കഗ്നൈസ്ഡ്. എന്നെ തിരിച്ചറിഞ്ഞു. റെക്കഗ്നൈസ്ഡ് എന്നെ തിരിച്ചറിഞ്ഞു. മീ എന്നെ. ആ ബോഡി ഗാർഡ് അദ്ദേഹം റെക്കഗ്നൈസ്ഡ് മീ എന്നെ തിരിച്ചറിഞ്ഞു. ആൻഡ് ബൗണ്ടഡ് മീ എന്നെ വ്രണപ്പെടുത്തി, എന്നെ മുറിവേൽപ്പിച്ചു, എനിക്ക് മുറിവേൽപ്പിച്ചു തന്നു. അങ്ങനെയുള്ള ആ ബോഡി ഗാർഡിന്റെ അടുത്തേക്ക് ഞാൻ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എന്നെ മുറിവേൽപ്പിച്ചു, എന്നെ തിരിച്ചറിഞ്ഞു. കാരണം ആ രാജാവ് കൊന്ന സഹോദരന്റെ സഹോദരനാണ് ഇവനെന്ന് കരുതിക്കൊണ്ട് രാജാവിനെ കൊല്ലാൻ വേണ്ടി വന്ന ആ മനുഷ്യനെ അംഗപരിപാലകൻ വ്രണപ്പെടുത്തി, മുറിവേൽപ്പിച്ചു. അങ്ങനെ ഐ എസ്കേപ്ഡ് ഫ്രം ഹിം. എസ്കേപ്പ് രക്ഷപ്പെടുക. അവനിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ I should have died if you had not dressed my wounds. പക്ഷേ I should have died. ഞാൻ മരിക്കേണ്ടി വരുമായിരുന്നു. മനസ്സിലായോ? I should have died. ഞാൻ മരിക്കേണ്ടി വരുമായിരുന്നു. എപ്പോൾ? If you had not dressed my wounds. എന്റെ if you had dressed എന്ന് പറഞ്ഞാൽ താങ്കൾ എന്റെ മുറിവിലേക്ക് ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? You had dressed my wounds. എന്റെ മുറിവിലേക്ക് താങ്കൾ ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താ നെഗറ്റീവ് ആണ്. If you had not dressed my wounds. എന്റെ മുറിവുകൾക്ക് താങ്കൾ ഡ്രസ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ. മനസ്സിലായോ? എന്റെ മുറിവിന് താങ്കൾ ഡ്രസ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ I should have died. ഞാൻ മരിക്കേണ്ടി വരുമായിരുന്നു. എപ്പോഴാണ് മരിക്കേണ്ടി വരിക? If you had not dressed my wounds. എന്റെ മുറിവിനിക്ക് ഡ്രസ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ I should have died. മനസ്സിലാവുന്നല്ലോ? താങ്കൾ എനിക്ക് ഡ്രസ് ചെയ്ത് തന്നു, പക്ഷെ നിങ്ങൾ അങ്ങനെ ഡ്രസ് ചെയ്ത് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ you had not dressed my wounds. എന്റെ ആ മുറിവിനിക്ക് വ്രണത്തിന് താങ്കൾ ഡ്രസ് ചെയ്ത് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ I should have died. എനിക്ക് മരിക്കേണ്ടി വരുമായിരുന്നു. എന്നിട്ട് പറയാ I wish. ഞാൻ ആഗ്രഹിച്ചു. to kill you. താങ്കളെ wish ആഗ്രഹിക്കുക. I wished. ഞാൻ ആഗ്രഹിച്ചു. to kill you. താങ്കളെ കൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ I kill you. താങ്കളെ കൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചു. And you have saved my life. താങ്കളെ സംരക്ഷിച്ചു. my life. എന്റെ ജീവിതത്തെ, എന്റെ ജീവൻ താങ്കൾ രക്ഷിച്ചു. You have saved my life. താങ്കൾ എന്റെ ജീവൻ രക്ഷിച്ചു, സംരക്ഷിച്ചു. Now ഇപ്പോൾ if I live എന്ന് പറഞ്ഞാൽ ജീവിക്കും. If I live ഞാൻ ജീവിക്കുകയാണെങ്കിൽ I will serve you. ഞാൻ താങ്കൾക്ക് സേവനം ചെയ്യും. സേവനം ചെയ്യാം. സെർവന്റ്, അടിമ, സേവകൻ. മനസ്സിലായോ? If I live ഞാൻ ജീവിക്കുകയാണെങ്കിൽ I will serve you. താങ്കൾക്ക് ഞാൻ സേവനം നൽകും. എങ്ങനെ? as your most faithful servant. അടിമ.
അഥവാ രാജാവിനോട് ഉടമക്ക് വേണ്ടിയുള്ള സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന വ്യക്തിക്കാണ് സേവകൻ. സെർവന്റ് സേവകൻ. ഫെയ്ത്ത്ഫുൾ വിശ്വസ്തനായ. ഫെയ്ത്ത്ഫുൾ വിശ്വസ്തനായ ഒരു സേവകനായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സേവനം ചെയ്തു തരുമെന്ന് മുറിവേറ്റ മനുഷ്യൻ രാജാവിനോട് പറഞ്ഞു. എപ്പോൾ? ഇഫ് ഐ ലിവ്. ഇങ്ങനെ ഞാനിപ്പോൾ മുറിവേറ്റ് കിടക്കുകയാണ്. ഇഫ് ഐ ലിവ്, ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഐ വിൽ സെർവ് യു, ഞാൻ നിങ്ങൾക്ക് സേവനം ചെയ്യും. എങ്ങനെ? ആസ് എ ഫെയ്ത്ത്ഫുൾ സെർവന്റ്, ഒരു വിശ്വസ്തനായ സേവകനായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് സേവനം ചെയ്തു തരുമെന്ന് പറഞ്ഞു. പിന്നെ ഐ വിൽ ഓർഡർ, ഞാൻ എന്താകും? കൽപ്പിക്കും. ഓർഡർ, കൽപ്പിക്കുക. ഓർഡർ, കൽപ്പിക്കും. ഐ വിൽ ഓർഡർ മൈ സൺസ്, ഞാൻ എന്റെ കുട്ടികളോട് കൽപ്പിക്കും. ടു ഡു സെയിം, അപ്രകാരം ചെയ്യാൻ. എപ്രകാരം ചെയ്യാൻ? രാജാവിനെ കൊല്ലാനാണോ? അല്ല. ടു ഡു സെർവ്. മനസ്സിലായോ? ടു ഡു സെയിം, അപ്രകാരം ചെയ്യാൻ ഞാൻ എന്റെ മക്കളോട് കൽപ്പിക്കും. ഫോർഗിവ് മീ, എനിക്ക് പൊറുത്തു തരൂ എന്ന് രാജാവിനോട് ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞു. ദി കിങ് വാസ് വെരി ഹാപ്പി, രാജാവ് വളരെ സന്തുഷ്ടവാനായിരുന്നു. ദി കിങ് വാസ് വെരി ഹാപ്പി, രാജാവ് ആയിരുന്നു വെരി ഹാപ്പി, വളരെ സന്തുഷ്ടവാനായിരുന്നു, സന്തോഷമുള്ളവനായിരുന്നു. കാരണം എന്തിനാൽ? ടു ഹാവ് മെയ്ഡ് പീസ്. മെയ്ഡ് പീസ് എന്ന് പറഞ്ഞാൽ സൗഹൃദം സ്ഥാപിക്കുക. മേക്ക് പീസ്, സൗഹൃദം സ്ഥാപിക്കുക, സൗഹൃദം വീണ്ടെടുക്കുക. സൗഹൃദം സ്ഥാപിച്ചതിനാൽ. എന്തിനാ രാജാവ് വളരെ ഹാപ്പി ആയിരുന്നു? ടു ഹാവ് മെയ്ഡ് പീസ്, അദ്ദേഹം എന്തായിരിക്കുന്നു? സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നു, സൗഹൃദം ചങ്ങാത്തം സ്ഥാപിച്ചിരിക്കുന്നു എന്നതിനാൽ. ടു ഹാവ് എന്ന് പറഞ്ഞാൽ ടു ഹാവ് ആയതിനാൽ. മനസ്സിലായോ? ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ആയതിനാൽ അർത്ഥം. ഇവിടെ ടു ഹാവ് മെയ്ഡ് പീസ്, രാജാവ് എന്താക്കിയിട്ടുണ്ടായിരുന്നു? സമാധാനം സ്ഥാപിച്ചിരിക്കുന്നു, സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നു. ആയതിനാൽ. ടു ദിനാൽ, പോയതിനാൽ, തിന്നതിനാൽ, കുടിച്ചതിനാൽ. മനസ്സിലായോ? ടു ഹാവ് മെയ്ഡ് പീസ്, അദ്ദേഹം എന്താക്കിയിരിക്കുന്നു? രാജാവ് സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നു, വീണ്ടെടുത്തിരിക്കുന്നു. ആരോട്? വിത്ത് ഹിസ് എനിമി, തന്റെ ശത്രുവിനോട് രാജാവ് സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നു. ആ ഒരു കാരണത്താൽ ദി കിങ് വാസ് വെരി ഹാപ്പി, രാജാവ് വളരെ സന്തുഷ്ടവാനായിരുന്നു. എങ്ങനെ സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നു? സോ ഈസിലി, വളരെ എളുപ്പമായ രീതിയിൽ, എളുപ്പത്തിൽ രാജാവ് തന്റെ ശത്രുവിനോട് സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നു. ആ ഒരു കാരണത്താൽ രാജാവ് വാസ് വെരി ഹാപ്പി. ദി കിങ് വാസ് വെരി ഹാപ്പി, രാജാവ് വളരെ സന്തുഷ്ടവാനായിരുന്നു. ആൻഡ് ഹാവ് വോൺ, അദ്ദേഹം എന്ത് ചെയ്തു? ഹാവ് വോൺ, വിന്നിന്റെ പാസ്റ്റ് വോൺ. വോണിന്റെ ബിപിയും വോൺ തന്നെയാണ്. മനസ്സിലായോ? ദി കിങ്, രാജാവ് ഹാവ് മെയ്ഡ്, പിന്നെ എന്തിനാലും ടു ഹാവ് വോൺ ഹിം, ആ രാജാവ് അദ്ദേഹത്തെ കൈവശപ്പെടുത്തിയിരിക്കുന്നു, ഉടമപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലായോ? വോൺ, കൈവശപ്പെടുത്തുക. വോൺ ഓവർ ഹിം. അപ്പൊ ഇവിടെ ദി കിങ് ടു ഹാവ് വോൺ, അദ്ദേഹം ഹിം ഓവർ. മനസ്സിലായോ? ഇങ്ങനെയാണ് ടെക്സ്റ്റിലുള്ളത്. അപ്പൊ എന്താ ശരിക്ക്? ദി കിങ് ഹാവ് വോൺ, ദി കിങ് ഹാവ് വോൺ ഹിം ഓവർ, അഥവാ ദി കിങ് ഹാവ് വോൺ, രാജാവ് ഉടമപ്പെടുത്തിയിരിക്കുന്നു, കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഓവർ ഹിം, അവനെ, അദ്ദേഹത്തെ. മനസ്സിലായോ? അദ്ദേഹത്തെ രാജാവ് കൈവശപ്പെടുത്തിയിരിക്കുന്നു, ഉടമപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ? ആസ് എ ഫ്രണ്ട്, ഒരു ചങ്ങാതി എന്ന നിലയിൽ. ആസ് എ ഫ്രണ്ട്, ഒരു ചങ്ങാതി എന്ന നിലയിൽ. ഒരു ചങ്ങാതി എന്ന നിലയിൽ രാജാവ് അദ്ദേഹത്തെ കൈവശപ്പെടുത്തിയിരിക്കുന്നു, ഉടമപ്പെടുത്തിയിരിക്കുന്നു. രാജാവ് not only forgave,
ഫോർഗേവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഫോർഗീവിന്റെ പാസ്റ്റ് ആണ് ഫോർഗേവ്. മാപ്പ് നൽകി. ഈ രാജാവ് നോട്ട് ഓൺലി ഫോർഗേവ്, മാപ്പ് നൽകുക മാത്രമല്ല, മനസ്സിലായോ? നേരത്തെ മാപ്പ് നൽകാൻ അദ്ദേഹം രാജാവിനോട് ആ മുറിവേറ്റ മനുഷ്യൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? ഹി നോട്ട് ഓൺലി ഫോർഗേവ്, അദ്ദേഹം മാപ്പ് നൽകുക മാത്രമല്ല ചെയ്തത്. മനസ്സിലായോ? നോട്ട് ഓൺലി എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ശേഷം ബട്ട് ആൾസോ, മനസ്സിലായോ? നോട്ട് ഓൺലി ബട്ട് എന്നൊരു പ്രയോഗമാണ്, ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ് നോട്ട് ഓൺലി ബട്ട്. അപ്പോ എന്ത് ശിക്ഷ നൽകി, എന്ത് നോട്ട് ഓൺലി ഈറ്റ്, കുടിക്കുക മാത്രമല്ല പിന്നെ എന്ത് കൂടി ചെയ്തു? ബട്ട് ഈറ്റ്, തിന്നുകയും ചെയ്തു. ഇവിടെ എന്ത് നോട്ട് ഓൺലി ഫോർഗേവ് ഹിം, അവനിക്ക് പുറത്തു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെ എന്തുമാണ്? ബട്ട് പിന്നെ എന്തുമാണ്? പറഞ്ഞു. എന്ത് പറഞ്ഞു? He would send his servants. He would send, അദ്ദേഹം അയക്കുമെന്ന് പറഞ്ഞു. ആരെ അയക്കും? His servants, തന്റെ സേവകരെ അയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഇവിടെ he not only forgave him, അവനിക്ക് പുറത്തു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, but said, പിന്നെ എന്തുകൂടി പറഞ്ഞു? ആ രാജാവ് would send, അയക്കും, his servants, അദ്ദേഹം രാജാവിന്റെ സേവകരെ അയക്കും എന്നും കൂടി പറഞ്ഞു. പുറത്തു തരാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, മാപ്പ് നൽകണമെന്നേ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷെ രാജാവ് എന്തുകൂടി ചെയ്തു? he said, രാജാവ് പറഞ്ഞു he would send his servants, തന്റെ സേവകരെ അയക്കും. പിന്നെ his own doctor, രാജാവിന്റെ ഡോക്ടറെ അയക്കുമെന്നും കൂടി പറഞ്ഞു. എന്തിന്? ടു ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ പരിചരിക്കുക. മനസ്സിലായോ? ലുക്ക് ആഫ്റ്റർ, ലുക്ക് ആഫ്റ്റർ പരിചരിക്കുക, രോഗികളെ പരിചരിക്കുക. മനസ്സിലായോ? വയസ്സായ മാതാപിതാക്കളെ പരിചരിക്കുക. അതിനെന്താ പറയാ? ലുക്ക് ആഫ്റ്റർ, പരിചരിക്കുക. ലുക്ക് ആഫ്റ്റർ ഹിം, എന്തിനു വേണ്ടിയാണ് രാജാവ് തന്റെ സേവകരെയും ഡോക്ടറെയൊക്കെ അയക്കുന്നത്? ടു ലുക്ക് ആഫ്റ്റർ ഹിം, അവനെ പരിചരിക്കാൻ വേണ്ടി, ശുശ്രൂഷിക്കാൻ വേണ്ടി ഇവരെയൊക്കെ അയക്കും എന്നും കൂടി പറഞ്ഞു. And he promised, അദ്ദേഹം വാക്ക് നൽകി. He promised, രാജാവ് വാക്ക് നൽകി. എന്തിന് വാക്ക് നൽകി? വാഗ്ദാനം നൽകി. ടു ഗിവ് ബാക്ക് ദി മാൻ ഹിസ് പ്രോപ്പർട്ടി. ടു ഗിവ് ബാക്ക്, തിരിച്ചു നൽകുക. ഗിവ് ബാക്ക്, തിരിച്ചു നൽകുക. പിടിച്ച സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നതിന് പറയുന്നത് ഗിവ് ബാക്ക്. നമുക്ക് ആരെങ്കിലും സാധനം നൽകി ആ സാധനം തിരിച്ചു കൊടുക്കുക. ആ സാധനത്തിന് എന്താ പറയാ? ഗിവ് ബാക്ക്, തിരിച്ചു നൽകി. എന്താ തിരിച്ച്? ആർക്ക് തിരിച്ചു നൽകി? ദി മാൻ, ആ മനുഷ്യനിക്ക് തിരിച്ചു നൽകി. എന്താ നൽകിയത്? ഹിസ് പ്രോപ്പർട്ടി, തന്റെ സമ്പത്ത്. ആ മനുഷ്യന്റെ, അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹത്തിന് തിരിച്ചു നൽകി. അങ്ങനെ ലിവിംഗ് ദി വൗണ്ടഡ് മാൻ, ആ മുറിവേറ്റ മനുഷ്യനെ ഉപേക്ഷിച്ചുകൊണ്ട് രാജാവ് ചെയ്യാൻ പോവുക. വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. അങ്ങനെ ലിവിംഗ്, ഉപേക്ഷിച്ചുകൊണ്ട്, ലീവിംഗ് ദി വൗണ്ടഡ് മാൻ, ആ മുറിവേറ്റ മനുഷ്യനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ വാക്കുകൾ നൽകി. ഞാൻ നിന്റെ പിടിച്ചെടുത്ത സമ്പത്തുകൾ ഞാൻ നിനക്ക് തിരിച്ചു നൽകും. പിന്നെ എന്റെ സർവൻസിനെ ഞാൻ ഡോക്ടേഴ്സിനെ നിനക്ക് പരിചാരകരായി ഞാൻ നിയമിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഞാൻ പുറത്തു തരുകയും ചെയ്തിരിക്കുന്നു എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലീവിംഗ് ദി വൗണ്ടഡ് മാൻ, ആ മുറിവേറ്റ മനുഷ്യനെ ഉപേക്ഷിച്ചുകൊണ്ട് ദി കിങ്, രാജാവ് went out, go out, യാത്ര പുറപ്പെട്ടു. എന്തിന്റെ? ഔട്ട് ഓഫ് ദി ഹട്ട്, ആ കുടിലിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ആര്? ആ സന്യാസിയുടെ കുടിലിൽ നിന്നും രാജാവ് യാത്ര പുറപ്പെട്ടു. ആൻഡ് ലുക്ക്ഡ്, അദ്ദേഹം നോക്കി. അറൗണ്ട്, ചുറ്റും നോക്കി. ലുക്ക് റൗണ്ട്, ചുറ്റും നോക്കി. ചുറ്റും, ആ കുടിലിന് ചുറ്റും നോക്കി. ലുക്ക് റൗണ്ട്, അദ്ദേഹം നോക്കി. എന്തിനേക്ക്? ഫോർ ഹെർമിറ്റ്, ആ സന്യാസിക്ക് വേണ്ടി ചുറ്റും നോക്കി. മനസ്സിലായോ? ആ സന്യാസിയെ അന്വേഷിച്ചുകൊണ്ട് രാജാവ് ചുറ്റും നോക്കി.
അങ്ങനെ ബിഫോർ ഗോയിങ് അവേ, വിട്ടു പോകുന്നതിന് മുമ്പ്, ഗോ അവേ പോവുക, വിദൂരതയിലേക്ക് പോകുന്നതിന് മുമ്പ്, ദി ഗോയിങ് അവേ വിദൂരതയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വിഷ്ഡ് അദ്ദേഹം ആഗ്രഹിച്ചു, രാജാവ് ആഗ്രഹിച്ചു, രാജാവ് വിഷ് ചെയ്തു, ആഗ്രഹിച്ചു. എന്താ ആഗ്രഹിച്ചത്? വൺസ് മോർ, ഒരിക്കൽ കൂടെ. വൺസ് മോർ രാജാവ് ആഗ്രഹിച്ചു. എന്താണ് ആഗ്രഹിച്ചത്? വൺസ് മോർ, ഒരിക്കൽ കൂടെ രാജാവ് ആഗ്രഹിച്ചു. ടു ഗെറ്റ് ആൻസേഴ്സ്, ഉത്തരങ്ങൾ ലഭിക്കണമെന്ന്, ഉത്തരം ലഭിക്കാൻ രാജാവ് ആഗ്രഹിച്ചു. മനസ്സിലായോ? ടു ഗെറ്റ് ആൻസേഴ്സ്, തന്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ലഭിക്കണമെന്ന് രാജാവ് ഒരിക്കൽ കൂടെ ആഗ്രഹിച്ചു പോയി. എന്തിനുള്ള ക്വസ്റ്റ്യൻസ്? എന്തിനുള്ള? ടു ഗെറ്റ് ആൻസേഴ്സ്, ഉത്തരം ലഭിക്കണമെന്ന് രാജാവ് മോഹിച്ചു പോയി. എന്തിനുള്ള ആൻസേഴ്സ്? ടു ഹിസ് ക്വസ്റ്റ്യൻസ്, തന്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ 3 ക്വസ്റ്റ്യൻസിലേക്ക് ഉത്തരം ലഭിക്കണമെന്ന് രാജാവ് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചു. ദിസ് ഹെർമിറ്റ് വാസ്, സന്യാസി വാസ് ആയിരുന്നു, ഓൺ ഹിസ് നീസ്, നീ മുട്ടുകാൽ നിൽക്കുക, മനസ്സിലായോ? അതോ കുനിഞ്ഞിരിക്കുന്നു. ദി ഹെർമിറ്റ് വാസ്, ദി ഹെർമിറ്റ് വാസ്, ആ സന്യാസി ആയിരുന്നു. ഈ കെ സൈലന്റ് ആണ് കേട്ടോ, നെയ്ഫ് പോലെ, മനസ്സിലായോ? നീന്നല്ല, നീ, മനസ്സിലായോ? ദി ഹെർമിറ്റ് വാസ്, നീ, ആ രാജാവ് സന്യാസി മുട്ടിൻകാലിൽ അഥവാ കുനിഞ്ഞിരുന്നിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ? സോയിങ്, നട്ടുകൊണ്ട്. സോയിങ്, നട്ടുകൊണ്ട്. മറ്റേ സോയത് സീന്റെ പാസ്റ്റ്, അത് എ, മനസ്സിലായോ? ഇത് നടുക, ഇത് കണ്ടു. സോ ഇത് നടുക, പ്ലാന്റ് എന്നർത്ഥം. സസ്യങ്ങള്, ചെടികളൊക്കെ നടുക. സോ കണ്ടു, പാസ്റ്റിന്റെ, സീന്റെ പാസ്റ്റ്, മനസ്സിലായോ? എങ്ങനെയായിരുന്നു അദ്ദേഹം? സോയിങ് സീഡ്സ്, വിത്തുകൾ നടുന്നുണ്ടായിരുന്നു. പ്ലാന്റിംഗ്, ഹി വാസ് പ്ലാന്റിംഗ്, അതോ സോയിങ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിംഗ്, അദ്ദേഹം നടുന്നുണ്ടായിരുന്നു. സീഡ്സ്, വിത്തുകൾ, ഇൻ ദി ബെഡ്സ്, ആ തിണ്ണയിൽ. മനസ്സിലായോ? തിണ്ണാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ നേരത്തെ രാജാവിനെ കുറച്ച് തിണ്ണാന്ന് പറഞ്ഞ, രാജാവിന്റെ അവിടെ 2 ബെഡ് എന്ന് പറഞ്ഞില്ലേ, 2 ബെഡ്സ്, ആ ബെഡിനാന്ന് പറഞ്ഞത് തിണ്ണ. കൊത്തിയുണ്ടാക്കിയ ആ തിണ്ണയിൽ വിത്തുകൾ നടുന്നുണ്ടായിരുന്നു. കുഴിക്കപ്പെട്ടിരിക്കുന്നു. അതാ കുഴിച്ചെടുത്തിരിക്കുന്നു. കുഴിക്കപ്പെട്ടിരിക്കുന്നു, മനസ്സിലായോ? അപ്പോ അറബിയില് കുത്തിര, പത്തലന്റെ പാസ്റ്റാണ് ഇത്, മജ്ഹൂലാണ് കുത്തിര. അതുപോലെ കുഴിക്കപ്പെട്ടിരിക്കുന്നു, അത് കുഴിക്കപ്പെട്ടിരിക്കുന്നു. ബിഫോർ, ദി ഡേ ബിഫോർ, ഒരു ദിവസം മുമ്പ്. ദി ഡേ, ദിവസം, ബിഫോർ, മുമ്പ്, ഒരു ദിവസം മുമ്പ്. അഥവാ ഇന്നലെ കുഴിച്ച് സെറ്റാക്കി വെച്ച ആ തിണ്ണ ഉണ്ടല്ലോ, ആ തിണ്ണയിൽ വിത്തുകൾ നടുന്നുണ്ടായിരുന്നു. മുട്ടിങ്കാൽ കുനിഞ്ഞുകൊണ്ട് രാജാവ് നടുന്നുണ്ടായിരുന്നു. The king went up to the hermit, ആ സന്യാസിയുടെ അടുക്കലേക്ക് രാജാവ് പുറപ്പെട്ടു പോയി. And said, ആ രാജാവിനോട്, രാജാവ് സന്യാസിയോട് പറഞ്ഞു, for the last time, അവസാന നിമിഷം, for the last time, അവസാന നിമിഷം, I beg you, beg, യാചിക്കുക, beggars, യാചകർ, മനസ്സിലായോ? ബെഗ് എന്ന് പറഞ്ഞാൽ യാചിക്കുന്നു. ഐ ബെഗ് യു, ഞാൻ താങ്കളോട് യാചിച്ചു ചോദിക്കുന്നു. ഐ ബെഗ് യു, ഞാൻ താങ്കളോട് യാചിച്ചു ചോദിക്കുന്നു. എന്തിനിക്ക്? ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ്, എന്റെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകൂ എന്ന് ഞാൻ താങ്കളോട് യാചിക്കുന്നു. വൈസ് മാൻ, ആ ബുദ്ധിമാനായ മനുഷ്യ, ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. എനിക്ക് അതിന്റെ 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ താങ്കൾ തരൂ എന്ന് ഞാൻ താങ്കളോട് യാചിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്ന് രാജാവ് സന്യാസിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ സന്യാസി ഉത്തരം നൽകിയോ? ഉത്തരം നൽകിയില്ലേ? രാജാവ് പോയോ? എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇതുവരെ
അർത്ഥങ്ങളൊക്കെ എഴുതിയത് രാത്രി 8 മണിയാകുമ്പോഴേക്ക് എല്ലാവരും അയച്ചു തരാം. ഓക്കെ, അപ്പോൾ പാഠങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ചില ഭാഗങ്ങൾ മനസ്സിലായിട്ടില്ല, ചിലർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവരൊക്കെ പേഴ്സണായിട്ട് വന്ന് അതൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരും ചോദിക്കുന്നില്ലാലോ, അപ്പൊ ഞാനും ചോദിക്കണ്ടായിരുന്നു. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന സ്വഭാവം ഉണ്ടല്ലോ, അതേതായാലും നമ്മുടെ കുട്ടികളൊക്കെ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് കൊണ്ട് ചോദിക്കുക, അത് ഞാൻ അർത്ഥം വെച്ച് കൊടുക്കുന്നുണ്ട്. ആരായാലും എനിക്ക് തീരെ അറിയില്ല, പുസ്തകം വിചാരിക്കുക അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട. നിങ്ങൾ ചോദിച്ച് നിങ്ങളെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നിങ്ങൾ വെറുതെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും.